പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എന്നും എപ്പോഴും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഒരു പ്രത്യേകമായ വിഷയമാണ്. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഈ വിഷയം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യും. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യവും കീഴ്പ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം വായിച്ച ഈ എഫെസ്യ ലേഖനം 5-ന്റെ 18-ാമത്തെ വാക്യം നാം വളരെ ചിന്തിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ്. കാരണം 15 മുതൽ വായിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നത്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടൊക്കെ നടപ്പാൻ നോക്കുന്നു. ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി. അവിടെ വളരെ ശ്രദ്ധിക്കണം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും. അപ്പോൾ ഇവിടെ നാം ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പ്രധാനപ്പെട്ടൊരു വിഷയം കൂടെ ഇതിനകത്ത് ചേർന്ന് വരാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം. അതിൽ കർത്താവായ യേശുക്രിസ്തു കിണറ്റിൻകരയിൽ വെള്ളം കോരുവാൻ വന്ന ശമര്യാക്കാത്ത സ്ത്രീയോട് പറയുന്നൊരു കാര്യം. ആ ശമര്യാക്കാത്ത സ്ത്രീ യേശുവിനെ കണ്ടപ്പോൾ യേശു ഒരു യഹൂദനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശമര്യർക്കും യഹൂദർക്കും തമ്മിൽ സമ്പർക്കമില്ല. അപ്പോൾ യേശു കർത്താവ് ശമര്യാക്കാത്ത സ്ത്രീയോട് വെള്ളം ചോദിച്ചു. അപ്പോൾ അവൾ അതിനെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ആ മലയിലും ഞങ്ങൾ ഈ മലയിലും ആരാധിക്കും. യേശു കർത്താവ് പറഞ്ഞെന്താണ്? ആ മലയിലുമല്ല ഈ മലയിലുമല്ല, ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന സത്യദൈവത്തെ സത്യ നമസ്കാരികൾ ആത്മാ